ഏതാണ്ട് 28-ാം തീയതി മുതൽ ആരംഭിക്കുന്ന കൊട്ടിയൂർ മഹോത്സവത്തിൽ അതിൻ്റെ ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ദേവസ്വം വകുപ്പ് യോഗം വിളിച്ചിട്ടുള്ളത്. വിവിധ വകുപ്പുകളെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഇത്തവണത്തെ ദർശനം പൂർത്തീകരിക്കാൻ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളാണ് വന്നത്, പ്രത്യേകിച്ച് കർണാടകത്തിൽ. ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ ദർശനം നടത്തിയപ്പോൾ തന്നെ ഉത്സവം കഴിയുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാനിവിടെ. അന്ന് സ്ത്രീകളുടെ പ്രവേശനം നിർത്തിയതിന് ശേഷമുള്ള ദിവസങ്ങളിലാണ് വന്നത്. പക്ഷെ അന്ന് പോലും എനിക്ക് ഏതാണ്ട് 2 മണിക്കൂറോളം ഞാൻ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടു. അന്ന് MLA ആയിരുന്ന ഇന്നത്തെ വൈദ്യുതി മന്ത്രിയോട് ഞാൻ എല്ലാവരും സൂചിപ്പിച്ചിരുന്നു, നമുക്ക് അടുത്ത വർഷം വളരെ കരുതലോടുകൂടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം, കാരണം വല്ലാതെ ട്രാഫിക് ബ്ലോക്ക് വരുന്നു. അപ്പോൾ ഒന്നാമത് ഇപ്പോൾ ഈ ക്ഷേത്രത്തിനെ കുറിച്ചിട്ടുള്ള ഐതിഹ്യങ്ങളും മറ്റും പല യൂട്യൂബ് ചാനലുകളിലും അത് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് അറിഞ്ഞ് ഏറ്റവും കൂടുതൽ ഇവിടെ കേരളത്തിന് പുറത്താണ് ഭക്തജനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഏതാണ്ട് മുഴുവൻ വാഹനങ്ങളും കർണാടക രജിസ്ട്രേഷനുള്ള വണ്ടികളാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ പ്രവേശനം അവസാനിച്ചതിന് ശേഷമുള്ള ദിവസങ്ങളിൽ പോലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനെ ഇനി കുറേ കൂടെ വിപുലീകരിക്കണം, ട്രാഫിക് ബ്ലോക്ക് ഒഴിവാക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. പിന്നെ ഇവിടെ വരുന്നവർക്ക് താമസിക്കാൻ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ ഒരു പരിമിതമായ സൗകര്യങ്ങളുള്ള ഗസ്റ്റ് ഹൗസ് മാത്രമാണുള്ളത്. ഒരു ഗസ്റ്റ് ഹൗസ് ഒക്കെ പണിയാനുള്ള ഒരു പ്രോജക്റ്റ് ദേവസ്വം ബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ പരിശോധിച്ച് ഇതൊരു ഏറ്റവും വലിയ ഒരുപക്ഷെ നാളെ ശബരിമലയും ഗുരുവായൂരൊക്കെ കഴിഞ്ഞാൽ, ഗുരുവായൂരിന് എല്ലാ ദിവസവും ഉണ്ട്, ശബരിമലയിലും ഇവിടെയാണല്ലോ പ്രത്യേകതയുള്ളത് ദർശനം. അതുകൊണ്ട് ഇനി കൂടുതൽ കേരളത്തിന് പുറത്തുള്ള ഭക്തന്മാർ വന്നു ചേരാനുള്ള സാധ്യത ഇവിടെ കണക്കിലെടുത്ത് മികച്ചൊരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ദേവസ്വം ബോർഡ്, ദേവസ്വം മന്ത്രാലയം തീരുമാനിച്ചത്. അതനുസരിച്ച് സ്ഥലം MLA കൂടിയായിട്ടുള്ള വൈദ്യുതി മന്ത്രിയുമായി കാര്യങ്ങൾ ആലോചിച്ച് ഉചിതമായ നടപടി സംസ്ഥാന ഗവൺമെൻറ് ചെയ്യും. ഗതാഗത പ്രശ്നത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം റോഡിന്റെ വീതിയിൽ ഈ വർഷം പരിഹരിക്കാനാവില്ലെങ്കിൽ പോലൊരു ദീർഘകാലത്തെ ഇത് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇതിന് ശേഷം ഇത്തവണത്തെ ദർശനത്തിന് ശേഷം മറ്റ് വിവിധ വകുപ്പുകളുമായി ഞങ്ങൾ 2 പേരും കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ റോഡ് വികസനത്തിൻ്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടെ സഹായം ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഞങ്ങൾ 2 മന്ത്രിമാർ മാത്രമല്ല PWD ആവശ്യമാണ്. എല്ലാ വിവിധ വകുപ്പുകളെ കൂടിച്ചേർത്തുകൊണ്ട് നല്ലൊരു സംവിധാനം ഭാവിയിൽ ഒരുക്കും. ഈ വർഷം നടന്നില്ലെങ്കിലും അടുത്ത വർഷത്തേക്ക് ഒരുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ നയം. നോട്ടിഫൈഡ് ഉത്സവമായിട്ട് തരത്തിലുള്ള തീർത്ഥാടകരെ നോട്ടിഫൈഡ് ഉത്സവമായിട്ട് കർണാടകയിൽ കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ വന്നതുകൊണ്ട് തന്നെ അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം നൽകാൻ അങ്ങനെ തീരുമാനിച്ചില്ല. അതില്ല, ഭക്തജനങ്ങൾ വരുന്നതിന് ഒരിക്കലും നമുക്ക് തടയാൻ കഴിയില്ല. എല്ലാ വശങ്ങളെക്കുറിച്ചും വിശദമായി ഇപ്പോൾ ഞങ്ങൾ വന്നിട്ട് ഒരാഴ്ചയല്ലേ മീറ്റിങ്ങിനകത്ത് നിർദ്ദേശങ്ങൾ കൂടെ കണക്കിലെടുത്ത് നിലപാട് സാറേ, ഈ കൊട്ടിയൂര് ആശുപത്രിയിൽ ഡോക്ടർമാരെ വൈകുന്നേരം 6 മണിക്ക് ശേഷം ഡോക്ടർമാരില്ല, അപ്പോൾ അതിന് നടപടി ഉണ്ടാകും. ഡോക്ടർമാരുടെ പ്രശ്നം കേരളത്തിൽ മൊത്തത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. കാരണം പലതും കെട്ടിടങ്ങൾ കിട്ടിയെങ്കിലും പലയിടത്തും ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല, ഇങ്ങനെയുള്ള പരാതികൾ നിരവധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്ത് കൂടുതൽ സ്റ്റാഫുള്ളവരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇവിടെ ഈ പ്രദേശങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളായതുകൊണ്ട് പലരും ഇവിടെ വരുന്നതിന് ചില തടസ്സങ്ങൾ പറയും. അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ജനപ്രതിനിധികളും കൂടെ സഹകരിക്കണം. തീർച്ചയായും സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരത്തിലാണ്. അവരുടെ നേരത്തെയുള്ള ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ ഒരു സമരത്തിലാണുള്ളത്. ശ്രദ്ധപ്പെട്ടിട്ടുണ്ട്.
അവരുടെ നിവേദനം ഇന്നലെ തന്നിരുന്നു. പരാതി പറഞ്ഞ ആശുപത്രികളോട് വിശദീകരണം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരത്തെ 2 ആശുപത്രികളെ കുറിച്ചാണ് ഇന്നലെ എനിക്ക് പരാതി കിട്ടിയത്. അത് മന്ത്രി ജനീഷും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അവരോട് വിശദീകരണം ചോദിക്കുന്നു. ജോലിയിൽ പ്രവേശിച്ചല്ലോ. കഴിഞ്ഞ ഹർഷന ജോലിയിൽ പ്രവേശിക്കുകയാണല്ലോ. അപ്പോൾ കഴിഞ്ഞ സർക്കാർ ചെയ്ത് ചെയ്യാത്തൊരു കാര്യത്തിനുള്ള ഒരു പരിഹാരക്രിയ കൂടിയാണ്. ഒരു പോരാട്ടമാണ് അവർ നടത്തിയത്. എല്ലാം കുടുംബത്തിൻ്റെ സ്ഥിതി അവതാളത്തിലായി അവരുടെ. കാരണം ഭർത്താവിൻ്റെ ബിസിനസ് പോയി, കുട്ടികളുടെ പഠനത്തിന് തടസ്സം നേരിട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ ഒരു സാഹചര്യത്തിൽ ഒരു മാനുഷികമായിട്ട് പരിഗണനയാണ് അവരോട് സർക്കാർ സ്വീകരിച്ചത്. സാർ ഇത് നോട്ടിഫൈഡ് ഉത്സവമാക്കുമോ? പരിശോധന എല്ലാ കാര്യം ഇന്നത്തെ ചർച്ചയ്ക്ക് ശേഷം കിട്ടണം. 24 ശ്രീ തഹസിൽദാർ രാജേഷ് ഖന്ന സാർ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ചേർന്ന് ദീപം തെളിയിക്കുന്നതാണ്. സദസ്സിന്റെ കരഘോഷത്തോടുകൂടി ദീപം തെളിയിക്കൽ എന്ന കർമ്മത്തിലേക്ക് നമുക്ക് കടക്കാം. അതാണ് പ്രധാന വിജയം. അതാണ് മെയിൻ വിജയം. മഹാഗണപതി മനസാ സ്മരാമി. മഹാഗണപതി മനസാ സ്മരാമി. മഹാഗണപതി മനസാ സ്മരാമി. വശിഷ്ഠവാമതി വന്ദിത മഹാഗണപതി മഹാദേവസുതം മഹാദേവസുതം ഗുരുഗുഹനുതം മഹാദേവസുതം ഗുരുഗുഹനുതം മാരകോടി പ്രകാശം ശരണം മഹാകാവ്യ നാടകാദിപ്രിയം മഹാകാവ്യ നാടകാദിപ്രിയം
മൂഷികവാഹനമോദകപ്രിയം മഹാകാവ്യനാടകാതിപ്രിയം മൂഷികവാഹനമോദകപ്രിയം മഹാഗണപതിം മനസാ സ്മരാമി വശിഷ്ഠവാമദേവാദിവന്ദിത മഹാഗണപതിം മനസാ സ്മരാമി. വേദിയിൽ നമുക്ക് സന്നിഹിതരായിരിക്കുന്നത് അതിൽ നമ്മുടെ ദേവസ്വം വകുപ്പ് ദേവസ്വം കുടുംബക്ഷേമ ആരോഗ്യ വകുപ്പ് മന്ത്രി കെ മുരളീധരൻ അവർ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നമുക്ക് ഇടപെടൽ ഞാൻ നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. ക്ഷേത്ര വികസന കാര്യത്തിൽ പ്രത്യേകിച്ച് സ്വന്തം നാടിൻ്റെ കൊട്ടിയൂർ ക്ഷേത്ര ദേവസ്വത്തിൻ്റെ വികസന കാര്യങ്ങളിലൊക്കെ സജീവമായി 29 തീയതിയാണ് അക്കരെ വണ്ണാരവും തിരുവാഭരണങ്ങളും കിടക്കുക. അതിന് ശേഷം മാത്രമേ ആളുകൾക്ക് അക്കരെ പ്രവേശനം ഉള്ളൂ. അതിന് മുമ്പ് പ്രവേശനമില്ല. ഈ ക്ഷേത്രത്തിൻ്റെ ഉത്സവം മുന്നിൽ വന്നു നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ ഭക്തജനങ്ങളുടെ ചിരകാലാഭിലാഷമായ പാലം നമ്മൾ സാധ്യമായിട്ടുണ്ട്. ഈ പാലം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ബഹുമാന്യനായ മന്ത്രി, അതായത് ദേവസ്വം ആരോഗ്യ വകുപ്പ് മന്ത്രി മുരളി സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളെ ഈ ഉത്സവത്തിൻ്റെ ഈ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അദ്ദേഹം കൂടാതെ നമ്മളെ ക്ഷേത്രത്തുമായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്നതും എന്ത് കാര്യങ്ങളിലും തുടർച്ചയായി ഇടപെടുന്നതും സംസാരിക്കുന്നതുമായ ഒരു മന്ത്രിയാണ് നമ്മുടെ സണ്ണി ജോസഫ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ വൈദ്യുതി വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹത്തിന് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇതിൻ്റെ നവീകരണം നിർവഹിച്ച നിയോജകമണ്ഡലത്തിൻ്റെ പ്രിയപ്പെട്ട എംഎൽഎയും സംസ്ഥാന വൈദ്യുതി പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവരുടെ ഇവിടെ അക്കരപ്പന്തൽ ഉദ്ഘാടനം നിർവഹിച്ച മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ OK വാസു മാസ്റ്റർ, ഈ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ ദേവസ്വം കമ്മീഷണർ ശ്രീ TG ബിജു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര ശ്രീധരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിസിലി കണ്ണന്താനം, മുന്നോക്ക സമുദായ കോർപ്പറേഷൻ്റെ ഡയറക്ടർ KC സോമൻ നമ്പ്യാർ, അതുപോലെ ശ്രീ NK ബൈജു, അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം, PS സുരേഷ് കുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ മലബാർ ദേവസ്വം ബോർഡ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്ന എത്രയും ബഹുമാന്യരായ വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, വളരെ ധന്യമായൊരു ചടങ്ങിലാണ് നാം സാക്ഷ്യം വഹിക്കുന്നത്. എത്രയോ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള കൊട്ടിയൂർ ക്ഷേത്രം ഇന്ന് ഏറ്റവും അധികം ഭക്തജനങ്ങളെ ആകർഷിക്കുന്ന ഒരു ക്ഷേത്രമായി മാറിയിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, 2 വകുപ്പുകളിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ആരോഗ്യ വകുപ്പിൽ തന്നെ ചുറ്റിത്തിരികയായിരുന്നു. ഇന്നാണ് ആദ്യമായി ദേവസ്വം ബോർഡിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. അതും ഇത്രയും പുരാതനമായ ക്ഷേത്രത്തിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങിൽ, അതായത് പാലത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ഈ പാലത്തിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങളെപ്പോലെ മനസ്സിലായിട്ട് ഒരാളാണ് ഞാൻ. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ദർശനത്തിന് വന്നപ്പോൾ ഏതാണ്ട് ക്ഷേത്രത്തിൽ ഉത്സവം സമാപിക്കുന്നതിന് 2 ദിവസം മാത്രം ബാക്കിയുള്ളത്. നല്ല പെരുമഴ, ഇന്നത്തെ കാലാവസ്ഥയുടെ നേരെ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ. ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ള പാലത്തിൻ്റെ വഴിയിൽ കൂടെ ഏതാണ്ട് നീന്തിയിട്ടാണ് ഞാൻ അക്കരെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ പാലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്ന് സത്യത്തിൽ ഇന്നത്തെ ഈ ചടങ്ങിൽ മുഖ്യമായിട്ട് ഞങ്ങൾ ഉദ്ദേശിച്ചത് 28-ാം തീയതി മുതൽ അടുത്ത മാസം 24-ാം തീയതി വരെ നടക്കുന്ന കൊട്ടിയൂർ ഉത്സവത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു ആണ് ഇന്ന് ഈ അവലോകന യോഗം വെച്ചത്.
അപ്പൊ അതിന്റെ കൂടെയാണ് ഈ ഉദാഹരണങ്ങളൊക്കെ വന്നത്. ശരിക്കും ഇതിന്റെ ലക്ഷ്യം ഇനിയുള്ള യോഗ. ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ ഉത്സവം അവസാനിക്കുന്നതിന്റെ 3 ദിവസം മുമ്പാണ് ഞാൻ ഇവിടെ. അതിനു മുമ്പ് എത്രയോ തവണ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം എനിക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോഴേക്കും സ്ത്രീകളുടെ പ്രവേശനമൊക്കെ അവസാനിച്ചു. പക്ഷെ ആ ദിവസം പോയി, അതായത് ഉത്സവം സമാപിക്കുന്നതിന്റെ 2 ദിവസം 4 ജാതി സ്ഥാനികർ യാതൊരു അറിയിപ്പും കൂടാതെ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്ക് വൈശാഖ മാസത്തിൽ വന്നെത്തി അവരുടെ ചടങ്ങുകൾ പൂർത്തിയാക്കി പോകുന്ന ഒരു ആചരണം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ശ്രദ്ധേയമായ ലോകത്തിലെ ഏറ്റവും മഹോത്തരമായ ഒരു ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. നമ്പൂതിരി മുതൽ നായാടി വരെ ഒരു കുടക്കീഴിൽ അണിനിരന്ന് ഉച്ചനീതിത്വങ്ങളില്ലാത്ത തൊട്ടുകൂടായ്മയില്ലാത്ത ഒരു വേദി കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ, ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം എന്ന് മാത്രം പറയുകയാണ്. ഈ 2026 വൈശാഖ മഹോത്സവ കാലഘട്ടത്തിൽ ശ്രീ കൊട്ടിയൂർ ദേവസ്വം 11.5 കോടി രൂപയുടെ മരാമത്ത് പ്രവൃത്തികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പാലം, മന്തഞ്ചേരി പാലം 2.5 കോടി രൂപ ചെലവിട്ട് കണ്ണൂർ ജില്ലയിലെ അതിമനോഹരമായ പാലം ബഹുമാനപ്പെട്ട മന്ത്രി കെ മുരളീധരൻ സാർ അവർ നിർവഹിച്ചു കഴിഞ്ഞു. മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് കൊട്ടിയൂരിന്റെ തനതായ ഹരിതോത്സവമായി നടത്തുന്ന ഈ ഉത്സവത്തിന് കൂടുതൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കില്ല എന്നെല്ലാവർക്കും അറിയാം. എങ്കിലും ദേവസ്വത്തിന്റെ ഭക്തജനങ്ങൾക്കുള്ള സൗകര്യാർത്ഥം അക്കരെ തിരുവഞ്ചിറ ഫ്ലൈ ഓവർ, നടുക്കുനി ക്യൂ കോംപ്ലക്സ്, അക്കരെ കോമ്പൗണ്ട് വാൾ, അക്കരെ ടോയ്ലറ്റ് നിർമ്മാണം, അക്കരെ പാർശ്വഭിത്തി നിർമ്മാണം, അമ്മാറക്കൽ അറയാൽത്തര നിർമ്മാണം, അക്കരെ കൊട്ടിയൂർ തിരുവഞ്ചിറയ്ക്ക് പുറത്തെ കരിങ്കൽ വിരിക്കൽ, നടുക്കുനി കിണർ, അക്കരെ നെയ്പായസം വീതികുട്ടി നിർമ്മാണം, അക്കരെ അന്നദാന കയ്യാല, മന്തഞ്ചേരി കോൺക്രീറ്റ് സ്റ്റെപ്പ് നിർമ്മാണം, പുഴ ബാരിക്കേഡ് നിർമ്മാണം, കിഴക്കേ നട ചെങ്കൽ കെട്ടൽ, ഇടവാവേലി പാലം പുഴയരികെ കോൺക്രീറ്റ്, തിടപ്പള്ളി കരിങ്കൽ തോൾ നിർമ്മാണം, വാളറ കരിങ്കൽ വാതിൽ നിർമ്മാണം, മന്തഞ്ചേരി ബ്രിഡ്ജ്, മലക്കാരി പാർക്കിംഗ് GSB പ്രവൃത്തി, മന്തഞ്ചേരി വാവലി സൈഡ് GSB പ്രവൃത്തി, അക്കരെ തിരുവപ്പം ഷെഡ് നിർമ്മാണം, അക്കരെ വഴിപാട് കൗണ്ടർ നിർമ്മാണം, ഇക്കരെ പഴയ വഴിപാട് കൗണ്ടർ, അക്കരെ പുതിയ പാർക്കിംഗ് GSB പ്രവൃത്തി, അക്കരെ ക്യൂ ബാരിക്കേഡ് പ്രവൃത്തി, അക്കരെ ഓഫീസ് കയ്യാല ഡ്രസ് വർക്ക്, അക്കരെ തിരുമുറ്റം റൂഫിംഗ് പ്രവൃത്തി, ഇക്കരെ അന്നദാനം സ്റ്റീൽ വാഷ് ബേസിൻ, കോലാട്ട് വഴി കോൺക്രീറ്റ്, കരിമ്പന ഗോപുരം റൂഫിംഗ് പ്രവൃത്തി, 40 ടോയ്ലറ്റിൽ അടങ്ങിയ 3 ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊട്ടിയൂർ ദേവസ്വം ഭക്തജനങ്ങളുടെ കൂടെയാണ്. ഭക്തൻ സമർപ്പിക്കുന്ന പണം ഭക്തന് സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതാണ് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ നിലപാട്. അത് ഇനിയും തുടരും. നന്ദി, നമസ്കാരം. ഇവിടെ പുതിയ പാലം ഉദ്ഘാടനം ചെയ്ത് നമ്മളോട് സംസാരിച്ച ബഹുമാന്യ കേരളത്തിന്റെ ദേവസ്വം ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിന്റെ മന്ത്രി ശ്രീ കെ മുരളീധരൻ, മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ വാസു മാസ്റ്റർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ, മറ്റ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ, ഭക്തജനങ്ങളെ, സുഹൃത്തുക്കളെ, ദീർഘിച്ച പ്രസംഗത്തിന്റെ ആവശ്യമുണ്ടെങ്കിലും അത് അടുത്ത മീറ്റിംഗിലേക്ക് മാറ്റിവെക്കുകയാണ് ഞാൻ. മന്ത്രി പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് കൊട്ടിയൂരിന്റെ പുരാതനമായ ക്ഷേത്രോത്സവം ഏറ്റവും നല്ല നിലയിൽ നടത്തുന്നതിനുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് തലത്തിലും ദേവസ്വം ബോർഡും ജനങ്ങളുടെ സഹായത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നലെ മന്ത്രിസഭാ യോഗമായിരുന്നു. പുതിയ സർക്കാർ രൂപീകൃതമായിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ദേവസ്വം മന്ത്രി ആദ്യമായിട്ട് ശബരിമലയിലോ ഗുരുവായൂരിലോ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുന്നതിന് മുൻപ് കൊട്ടിയൂരിന്റെ ഉത്സവകാലം എന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവിടെ വന്ന് 2 തരത്തിലുള്ള ആലോചനകൾക്ക് അദ്ദേഹം സമയം കണ്ടെത്തുന്നത്. ഒന്ന്, ഈ വർഷത്തെ ഉത്സവം നന്നായിട്ട് നടത്തുക. കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമുക്ക് പോരായ്മകൾ പരിഹരിച്ചു പോകണം. ആളുകൾ കൂടുന്തോറും വരുന്ന ആളുകളെ
എങ്ങനെ നന്നായിട്ട് സ്വീകരിച്ച് അവർക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, അവിടുത്തെ പോരായ്മകൾ അതെന്ത് എന്ന് മനസ്സിലാക്കിയതിന് പരിഹാരം എല്ലാവർക്കും അറിയാം. മാധ്യമങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു, നിരവധിയായ യോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു, തെരഞ്ഞെടുപ്പിൽ തന്നെ അത് ചർച്ച ചെയ്യപ്പെട്ടു. നിയമസഭയിൽ തന്നെ ഞാൻ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒരു സബ്മിഷൻ ഉന്നയിച്ചത് ഏതാണ്ട് ഇവിടുത്തെ ആളുകളുമായിട്ട് ആലോചിച്ച് എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കേരള നിയമസഭയിലും പറഞ്ഞു. അന്നത്തെ ദേവസ്വം മന്ത്രി അതിന് മറുപടിയും പറഞ്ഞു. അതുകൊണ്ട് സന്തോഷം. കൊട്ടിയൂർ ദേവസ്വം ബോർഡ് സ്വന്തം നിലയിൽ തന്നെ ഇവിടെ വായിച്ചതുപോലെ പറഞ്ഞതുപോലെ 11 കോടി രൂപയിലധികം മുടക്കി ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് അവര് നല്ല നിലയിൽ അതിന്റെ ശ്രമങ്ങൾ തുടരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പാലം, അതിന്റെ ഭാഗമായിട്ടാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഒന്ന്, വരുന്ന ആളുകൾക്ക് അക്കരെ കൊട്ടിയൂരിൽ എത്താനുള്ള സൗകര്യം വേണം. പിന്നെ വാഹനങ്ങൾ നിരവധി വരുന്നു, ആ വാഹനങ്ങൾക്ക് പാർക്കിംഗ് സ്ഥലം വേണം. പിന്നെ വരുന്ന കേരളീകരനെ പോലുള്ള ആളുകൾ മാത്രമല്ല, നിരവധി പേര് ട്രാഫിക് ജാമിൽ പെട്ടു. ഒരുപാട് പേര് എന്നെ വിളിച്ചു. ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടൊക്കെ വിളിച്ചു പറഞ്ഞിട്ടും പരിഹരിച്ചു പോകാൻ സമയമെടുത്തു. അപ്പം ട്രാഫിക് ജാം ഒഴിവാക്കണം, അതിന് റോഡിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം. അതിന്റെ വിശദാംശം അടുത്ത മീറ്റിംഗിൽ ചർച്ച ചെയ്യാം എന്നതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. മന്ത്രിയുടെ വലിയ സാന്നിധ്യത്തിന് ഞാൻ പ്രത്യേകമായിട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ നന്ദി പറയുകയാണ്. അദ്ദേഹം ഈ കാര്യങ്ങളിൽ തൽപരനാണ്. കൊട്ടിയൂരിലെ എല്ലാ ഉത്സവ കാലത്തും ഇവിടെ വന്ന് ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം തേടുന്ന ഒരു വിശ്വാസിയായ മന്ത്രി ആ ചുമതല ഏറ്റെടുത്തു. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു. കൊട്ടിയൂരിനെ നന്നായിട്ട് അറിയുന്ന അദ്ദേഹം ഇവിടെ വന്ന് നമ്മുടെ ആവശ്യങ്ങൾ കൂടുതലായി കണ്ട് നേരിട്ട് മനസ്സിലാക്കി, കേട്ടും മനസ്സിലാക്കി അതിന് സർക്കാർ തലത്തിൽ ചെയ്യാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്നതിനുള്ള സന്നദ്ധത അറിയിച്ചതിൽ പ്രത്യേകം നന്ദി. ഇപ്പോൾ ബഹുമാനായ ശ്രീ കെ മുരളീധരൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം വളരെ സ്വാഗതാർഹമാണ്. ഇന്നത്തെ യോഗത്തിൽ ഉയർത്തിരിയുന്ന ഈ വർഷത്തെ ഉത്സവം സംബന്ധിച്ചും വരും വർഷങ്ങളെ ഉത്സവം സംബന്ധിച്ചുമുള്ള എന്തൊക്കെ ചെയ്യണം എന്ന കാര്യം. അപ്പോൾ നമ്മുടെ മാനന്തവാടി റോഡ് ഉൾപ്പെടെ വരും, 46 മൈൽ റോഡ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വരും. മാനന്തവാടി റോഡിന്റെ എല്ലാവർക്കും അറിയാം. അതുൾപ്പെടെ മുഖ്യമന്ത്രിയുടെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മാത്രം പോരാ, പൊതുമരാമത്ത്, ഇവരുടെ എല്ലാവരുടെയും ഒരു യോഗം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വിളിക്കാമെന്ന് ദേവസ്വം മന്ത്രി തന്നെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതും മന്ത്രിയേറെ പ്രതീക്ഷ നൽകുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് കഴിഞ്ഞ വർഷത്തെ ജനത്തിരക്കിൽ കർണാടകത്തിൽ നിന്നെല്ലാം വന്ന ജനപ്രതിനിധികളും ജഡ്ജിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഉൾക്കൊള്ളുന്ന വിപുലമായ ഭക്തജന സഞ്ചയത്തെ നല്ല നിലയിൽ കൊട്ടിയൂരിൽ എത്തിച്ച് അവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൽ യോജിച്ച് പ്രവർത്തിക്കാം. അതിൽ ദേവസ്വം ബോർഡിന്റെ നല്ല പരിശ്രമങ്ങൾക്ക് പ്രത്യേകം നന്ദി പറഞ്ഞ് മന്ത്രിയുടെ സാന്നിധ്യം പ്രതീക്ഷ നൽകുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ പാർക്കിംഗ് സംവിധാനം വളരെ നല്ല പാർക്കിംഗ് സംവിധാനമാക്കിയിട്ടുണ്ട്. ലഭിച്ച സ്ഥലം മനോഹരമാക്കിയിട്ടുണ്ട്. അതിനെ എല്ലാവരുടെയും അനുവാദത്തോടെ അത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. പ്രിയങ്കരനായ കേരളത്തിൻ്റെ ദേവസ്വം അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരൻ അവർ, കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രിയും ഈ പേരാവൂരിൻ്റെ പ്രിയങ്കരനായ MLA-യും നമുക്കെല്ലാവർക്കും ഈ അമ്പലത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും സഹായം ഏതാവശ്യത്തിന് പോയാലും നൽകുന്ന നമ്മുടെ പ്രിയങ്കരനായ ശ്രീ സമി ജോസഫ് അവർ, അതുപോലെ തന്നെ പോകാം എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പാർക്കിംഗ് ഗ്രൗണ്ട് നവീകരണം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ സണ്ണി ജോസഫ് സാറിന് കൊട്ടിയൂർ ദേവസ്വത്തിന്റെ പേരിൽ ഉപഹാരം നൽകുന്നതിനായി ശ്രീ ചന്ദ്രശേഖരൻ സാറിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.
കഴിഞ്ഞ